രാധേ കൃഷ്ണ. ഇന്നത്തെ താങ്കളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് 7 ഓഫ് കപ്സ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ, ഒന്നിൽ കൂടുതൽ ആശയങ്ങൾ, ഐഡിയകളൊക്കെ വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാനുകൾ, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി വന്നേക്കാം എന്നുള്ള ഒരു സൂചനയാണ്, ഒരു സാധ്യതയാണ് ഇന്ന് യൂണിവേഴ്സ് തരുന്നത്. അനേകം സാധ്യതകളെയും സ്വപ്നലോകത്ത് പോകാതെ അത് യാഥാർത്ഥ്യ ബോധത്തോടെ ശരിയായി പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് ഡെത്ത് എന്ന മേജർ ആർക്കന കാർഡാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പരിവർത്തനത്തെയാണ് ഇവിടെ, ആ പരിവർത്തനത്തിൻ്റെ സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് മറന്ന്, പഴയ ഘട്ടങ്ങളെ ജീവിതത്തിൻ്റെ പഴയ ഘട്ടത്തെ അവസാനിപ്പിച്ച് പുതിയ തുടങ്ങുന്നതിനെയും അഥവാ അല്ലെങ്കിൽ പുതിയ അവസ്ഥയിലേക്ക് മാറുവാനുമാണ്, അങ്ങനെയൊരു സാധ്യതയാണ് ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നത്. അങ്ങനെ പുതിയ വളർച്ചയും, അങ്ങനെ പഴയതിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പഴയ ബുദ്ധിമുട്ടുകളെയൊക്കെ മറന്ന് പുതിയതിനെ സ്വീകരിച്ച് പുതിയ വളർച്ചയോടും പുരോഗതിയോടും മുന്നോട്ട് പോകുമ്പോൾ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ആക്ഷൻ, എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ വന്നത് ക്യൂൻ ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ്. താങ്കളുടെ ഉള്ളിലെ കരുത്ത് സ്വയം തിരിച്ചറിയാനും താങ്കളുടെ ഉള്ളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ അനാവശ്യ ചിലവുകൾ കഴിവതും ഒഴിവാക്കി ജീവിതത്തിലെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം എടുത്ത് നന്നായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ധൈര്യത്തോടെ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് മെസ്സേജായിട്ട് പറയുന്നത്. താങ്ക്